ഇതിനു മുന്നേയും എനിക്ക് ഈ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. വളരെയധികം സന്തോഷം. അമ്മക്ക് തുല്യം അമ്മ മാത്രം, അത് സത്യം തന്നെയാണ്. കാരണം ഒരു പെണ്ണ് ഗർഭം ധരിക്കുമ്പോൾ 9 മാസം 7 ദിവസം ഇല്ലെങ്കിൽ 9 മാസം 9 ദിവസം, ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ആ കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ള, അത് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, അല്ല കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടോ, ഒന്നും ആരും ചിന്തിക്കില്ല. പക്ഷെ ജനിച്ചു കഴിഞ്ഞ് ആ കുട്ടിക്ക് വരുന്ന മാറ്റങ്ങൾ അച്ഛനേക്കാളും കൂടുതൽ അമ്മയ്ക്കായിരിക്കും അതിന് പ്രാധാന്യം ഉണ്ടാവുക. അമ്മയായിരിക്കും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മക്ക് തുല്യം അമ്മ മാത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഒരുപാട് കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾ കുറച്ച് പേരേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും കുറച്ച് നേരം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വനിതാ ദിനം വനിതകളുടെ മാത്രം ദിനമാണ്. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഏട്ടന് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഈ അവസരം വിനയിക്കുകയാണ്. അപ്പോൾ ഏട്ടനോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇവിടെ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ ഒരു ഫങ്ഷനിൽ വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും ദിവ്യ കാരണം തന്നെ. ഒരു ചെറിയ തിരുത്ത് ഞാൻ ഇന്നലെ ദിവ്യയോടും പറഞ്ഞു. വനിതാ ദിനമായിട്ട് പേരിൻ്റെ പകുതി കളയേണ്ട കാര്യമില്ല. ദിവ്യ ശ്രീധർ എന്നും ദിവ്യ ശ്രീധർ തന്നെയാണ്. കൂടെ ക്രിസ് വേണുഗോപാൽ ഉണ്ടാവും എന്നുള്ള ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞുമോക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു അവാർഡ് കിട്ടിയതിന്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഭിന്നശേഷി എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന, ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള ആ ഒരു ലെവലിൽ നിന്നും ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ട്രസ്റ്റിലൂടെ, അല്ലെങ്കിൽ ഈ ട്രസ്റ്റിൻ്റെ പിന്നിലുള്ള ഷീജ മാം ആയാലും ശരി, ബാക്കിയുള്ള ആൾക്കാരായാലും ശരി, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ എന്ന് പറയുന്നതിനേക്കാളും ഡിഫറെൻ്റ്ലി ബ്ലെസ്ഡ് മദേഴ്സ് എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും ഈ അമ്മമാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. എന്ന് പറയുന്നതിനേക്കാളും അവരുടെ അനുഗ്രഹം വേണം. ബിക്കോസ് അത്രത്തോളം എഫേർട്സ് എടുക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങളെല്ലാവരും ഉണ്ടാകും. ഇനിയും ഓരോ ദിവസവും നിങ്ങൾക്ക് നന്മയും സന്തോഷവും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വനിതാ ദിനം എല്ലാ വനിതകൾക്കും വളരെ സ്പെഷ്യലായി തന്നെ തീരും. ഇത് തുടങ്ങിയത് മാർച്ച് 8 എന്ന് ലെനിൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതൊരു ഇക്വാളിറ്റി ഇൻ വർക്ക്, ലേബർ ലെവലിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് സ്ത്രീകൾക്ക് അതൊരു പ്രത്യേക ദിനമായി മാറിയതുപോലെ തന്നെ ഈ ഡിഫറെൻ്റ്ലി ബ്ലെസ്ഡ് മദേഴ്സിന് ഇനി എല്ലാ ദിവസവും അനുഗ്രഹങ്ങളും സന്തോഷവും മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഉഷ മാം സംസാരിക്കും, ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. 8-ാം തീയതിയാണ് സ്ത്രീകളുടെ ദിനമെങ്കിലും